നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 15 മുതൽ 21 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെയാണ് പറയുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും വാരഫലത്തെ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ വാരഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സ്വസ്ഥതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അന്യനാട്ടിൽ നിന്നൊക്കെ ധനാഗമനത്തിനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഗുണപ്രദമായിട്ടുള്ള വാരമാണ്. സഹോദരന്മാരിൽ നിന്ന് സഹായങ്ങളും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർ മത്സര പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. അയൽക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സ്ഥലമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കർമ്മ ഗുണവും ഉണ്ടാകുന്നതാണ്. അടുത്ത നമുക്ക് ഇടവക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പിതൃസ്വത്തൊക്കെ അനുഭവയോഗ്യമാകുന്നതാണ്. നഷ്ടപ്പെട്ട രേഖകളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. നേത്രരോഗം പിടിപെടാനും സാധ്യതയുണ്ട്. സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ വിദേശയാത്രയ്ക്ക് ചിന്തിക്കാനൊക്കെയുള്ള അനുകൂല സമയമാണ്. കണ്ടകശനിയാണ്. അല്പം അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജോലിയിലൊക്കെ പ്രമോഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സദ്യകളിലും സൽക്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കാം. കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ്. മെഡിക്കൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ധനാഗമം ഉണ്ടാകുന്നതാണ്. ശ്രേയസ്സും ഉണ്ടാകുന്നതാണ്. ആശുപത്രി ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. കർക്കിടകൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വാഹനങ്ങളിൽ നിന്നും മറ്റ് കെട്ടിട സ്രോതസ്സുകളിൽ നിന്നും ഒക്കെ വരുമാനം വർദ്ധിക്കുന്നതാണ്. ദൂര യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രാവീണ്യം നേടാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല നിലപാടുകൾ ഉണ്ടാകാം. സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാം. വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ പ്രയാസം നേരിടാം. കർമ്മരംഗം പൊതുവെ ഒരു മന്ദഗതിയിലാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സർക്കാരിൽ നിന്ന് നേട്ടമുണ്ടാകാം. സ്ഥാനമാനങ്ങളോ മറ്റ് പ്രമോഷൻ പോലുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദേശത്തൊക്കെയുള്ള ബന്ധുജനങ്ങളിൽ നിന്നും മറ്റും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുമ്പ് പൂർത്തിയാക്കാതെ തടസ്സപ്പെട്ടു പോയിരുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. സന്താനങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. കരുതലെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഒന്നിലും ഉറച്ചു നിൽക്കാതെ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അശ്രദ്ധ കാരണം ഓഫീസ് ജോലികൾക്കൊക്കെ കുറവ് വന്നേക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങാനും സാഹചര്യമുണ്ട്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകുന്നതാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നതാണ്. ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശോഭനമായിട്ടുള്ള ഒരു വാരമാണ്.
കായിക രംഗത്തുള്ളവർക്കൊക്കെ മികച്ച വാരമാണ്. കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കാര്യതടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പ്രാർത്ഥനയും വഴിപാടുകളും ക്ഷേത്ര ദർശനവും കൊണ്ട് തടസ്സങ്ങളെല്ലാം മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, കരുതലെടുക്കേണ്ടതാണ്. എന്നിരുന്നാലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ മികച്ച വാരമാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ പ്രവർത്തനത്തിനനുസരിച്ച് സ്വന്തമായുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആത്മവിശ്വാസം കുറയാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. തൊഴിൽ സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ഉടലെടുത്തേക്കാം. പുതിയ വ്യാപാര വ്യവസായങ്ങളുമായി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളുമായി ചർച്ചകളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങളും വരാം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കൃഷി, വാടക എന്നിവയിൽ നിന്നൊക്കെയുള്ള വരുമാനം വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. സർക്കാരിന് അടയ്ക്കേണ്ട പണത്തിന് നിയമ നടപടികളൊക്കെ ഉണ്ടായേക്കാം, കരുതലെടുക്കുക. തൊഴിൽ സ്ഥലത്ത് ചില തടസ്സങ്ങളും ഒക്കെ വന്നു ചേരാം. ചില കാര്യങ്ങളിലൊക്കെ മോശം സമയമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ വേണം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിനൊക്കെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. മാസത്തിന്റെ പകുതിക്ക് ശേഷം സ്വല്പം പ്രയാസങ്ങൾ ഉണ്ടാകാം. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളൊക്കെ വിജയകരമായി മുഴുമിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യമുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങളിലേക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. 12 രാശിക്കൂറുകാരുടെ ഡിസംബർ 15 മുതൽ 21 വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.